ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗ്രീസിലെ വിശുദ്ധ മാക്സിമസിനെയാണ് നാം ഇന്ന് അനുസ്മരിക്കുന്നത്. മാക്സിമസു പ്രൊവിൻസിൽ ജനിച്ചു. ക്രിസ്തീയ മാതാപിതാക്കൾ ശിശുവിനെ ജ്ഞാനസ്നാനപ്പെടുത്തി ദൈവസ്നേഹത്തിൽ വളർത്തി. ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചും ആശാപാശങ്ങളെ നിയന്ത്രിച്ചും മാക്സിമസു അഗാധമായ എളിമ അഭ്യസിച്ച് വളർന്നു വന്നു. സുന്ദരനും മധുരപ്രകൃതിയുമായ യുവാവ് വഴിതെറ്റാൻ ഇടയുണ്ടായിരുന്നുവെങ്കിലും അവൻ പിതൃഭവനത്തിൽ പ്രാർത്ഥനയിലും സുഹൃതാഭ്യാസങ്ങളിലും പഠനത്തിലും മുഴുകി വിപ്രവാസിയായി അപരിചിതരാൽ ആവർത്തനെന്ന പോലെയാണ് ജീവിച്ചിരുന്നത്. അവസാനം തന്നെ ലോകത്തോട് ബന്ധിക്കുന്ന ശൃംഖല അവൻ വിച്ഛേദിച്ചു കളഞ്ഞു. തൻ്റെ സമ്പത്തെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്ത് അവൻ ലെറിൻ ആശ്രമത്തിൽ ചേർന്നു. 426 ആശ്രമസ്ഥാപകൻ ആൽസിലെ ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അപ്പോൾ മാക്സിമസു ലെറിൻസിലെ ആബട്ടായി. അതോടെ ആശ്രമാംഗങ്ങളിലെല്ലാം ഒരു പ്രത്യേക പ്രസന്നത പ്രത്യക്ഷമായി. അനുസരണം ഏവർക്കും മധുരമായി തുടങ്ങി. ലെറിൻസിലെ മെത്രാൻ സ്ഥാനമൊഴിഞ്ഞപ്പോൾ തന്നെ നിയമിക്കാതിരിക്കാനായി മാക്സിമസു ഒളിച്ചുപോയി കളഞ്ഞു. 433 റീംസിലെ രൂപതയ്ക്ക് ഒരു മെത്രാനെ ആവശ്യമായി വന്നപ്പോൾ മാക്സിമസു വീണ്ടും ഒളിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി മെത്രാനായി നിയമിച്ചു. 433 റീംസ് രൂപതയ്ക്ക് മെത്രാനെ ആവശ്യമായി വന്നപ്പോൾ മാക്സിമസു വീണ്ടും ഒളിച്ചുപോയെങ്കിലും അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്തി മെത്രാനായി വാഴിച്ചു. പുതിയ നിലയിലും ആശ്രമ നിയമങ്ങൾ അനുഷ്ഠിച്ചു പോന്നു. 460 നവംബർ 27 അദ്ദേഹം ദിവംഗതനായി.